രാത്രി 8:45. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജക്കാട് ആണ്. നമ്മളിത് കണ്ടോ, ഇത് മുഴുവൻ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതായ ഒരു വീടാണ്. ഇത് കണ്ടോ, ഈ വീട്ടിൽ ആണ് അപ്പനും അമ്മയും ഒരു മോനും താമസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ നാളുകൾക്ക് മുമ്പ് മോക്കൊരു അപകടം ഉണ്ടായി. ആ മോള് ഇപ്പോൾ ഈ വീട്ടിൽ വന്ന് താമസിക്കും. ഒരു കക്കൂസ് പോലും ഈ വീട്ടിനകത്തില്ല. എല്ലാം പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഒരു കുടുംബം ജീവിക്കുന്നത് ഇതിനകത്താണ്. സജി പള്ളിക്കുന്ന്, അല്പസമയം ഈ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കണേ. വയസ്സുണ്ട്? 21 വയസ്സ് ഉള്ളൊരു കുഞ്ഞ് താമസിക്കുന്ന ഒരു വീടാണ്. ഒരു മോള്. നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കഴിയുന്നതെന്നുള്ളത്. പേര്? എൻ്റെ പേര് ജെയ്സി. ഓക്കെ, കുറച്ചുകൂടെ ഉറക്കെ പറയണേ. ജെയ്സി എന്നാണ് പേര്. ജെയ്സി. ഇത് ഈ സ്ഥലം? രാജക്കാട്. ഓക്കെ, രാജക്കാട്. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ? മുക്കുടിൽ എന്ന് പറയും. ഏത് പഞ്ചായത്തായിരുന്നേ? സേനാപതി പഞ്ചായത്ത്. എത്രാമത്തെ വാർഡ്? 13ാം വാർഡ്. 13ാം വാർഡ്. ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിനും മകൾക്കും 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ഭർത്താവിൻ്റെ കാലിൻ്റെ മുട്ടുചിരട്ട പൊട്ടി തെന്നി മാറിപ്പോയി. അതും ഹോസ്പിറ്റലിൽ പോകാനിടയായി. അതുപോലെ തന്നെ മകളുടെ കാല് ഫ്രാക്ചറായിരുന്നു. അതിന് ഞങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവായി. വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലേക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ പൈസയുടെ ഒരു മാർഗ്ഗമില്ലായിരുന്നപ്പോഴാണ് സജി പാസ്റ്ററിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുകയും സജി പാസ്റ്റർ ഞങ്ങളെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരികയും ഞങ്ങൾക്ക് ആ സമയത്ത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്കത് ആ ഒരു കാര്യം ഞങ്ങൾക്ക് നടത്തി തന്നു. കാരണം ഞങ്ങൾക്കൊരു 1,55,000 രൂപ ഹോസ്പിറ്റലിൻ്റെ ഫീസ് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന സമയത്താണ് പാസ്റ്റർ ഞങ്ങൾക്ക് അത്രയും വലിയൊരു സഹായം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നെങ്കിലും അന്ന് മകൾക്ക് ഫ്രാക്ചറായതിൻ്റെ പേരിൽ കമ്പി ഇട്ടായിരുന്നു. അന്ന് നമുക്ക് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് തികഞ്ഞായിരുന്നോ? തികഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ബാധ്യതകൾ കടം വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് പൈസ വാങ്ങിച്ചായിരുന്നു. 3 ലക്ഷം രൂപയോളം ആശുപത്രിയിലായി. നമ്മൾ പോസ്റ്റ് ഇട്ട് പോകുന്ന 55 കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ കടം വാങ്ങിച്ചാണ് ബാലൻസ് കാര്യങ്ങളെല്ലാം നടത്തിയത്. അന്ന് തൊട്ടുള്ള കടം ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾക്ക് വീട്ടാൻ യാതൊരു മാർഗവും ഇല്ല. എത്ര രൂപ കടമുണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് 2-3 ലക്ഷം രൂപ കടമുണ്ട്. കടം തന്നെ ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മോളുടെ കാലിന് ഇപ്പോൾ ഓപ്പറേഷൻ അന്നത്തെ കമ്പി എടുത്തല്ലേ? കമ്പി എടുത്തു. അതിന് ഇപ്പൊ 65,000 രൂപയ്ക്ക് മുകളിലായി. അതെങ്ങനെയായിരുന്നു പൈസ ഒക്കെ? അത് ഞങ്ങൾ വായ്പ വാങ്ങിച്ചാ കൊണ്ടുപോയത്. അതും ഇനി വീട്ടണം. ഈ പലിശക്ക് വാങ്ങിച്ച് കൊടുക്കാനുള്ള പ്രയാസം അത് വരാതെ. പിന്നെ അങ്ങനെ എന്നായാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്കൊരു വീടില്ല. പ്രധാനമായിട്ട് വീട് ഞങ്ങൾക്ക് 2.5 വർഷമായി. ഞങ്ങൾ അന്ന് ഈ ആക്സിഡൻറ്റ് പറ്റിയില്ല, എങ്ങനെയെങ്കിലും പെരയുടെ കാര്യമൊക്കെ നടത്താമെന്ന് ഓർത്തിരുന്നതായിരുന്നു. എന്നിട്ടും ഈ ആക്സിഡൻറ്റ് പറ്റിയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ വീടില്ല. പ്ലാസ്റ്റിക് മഴ പെയ്താൽ നനയും. വളരെ പ്രയാസത്തിലാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. വെള്ളമൊക്കെ മേളിലിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതെ, വെള്ളമൊക്കെ മേളിൽ ഇങ്ങനെ കിനിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ. ഇവിടെ എല്ലാം വെള്ളം കിനിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത് അങ്ങേ റൂമിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ റൂമിലും എല്ലാം ഇങ്ങനെ വെള്ളം കിനിച്ച് നിൽക്കുകയാണ്. ഓക്കെ. അപ്പം നിങ്ങൾ കിടക്കുന്നവരൊക്കെ നനയില്ലേ? കിടക്കുന്നല്ലേ? നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്താണ് വേണമെന്നേ? ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു വീട് വേണം. ഞങ്ങൾക്കൊരു ചെറിയ വീടായാലും മതി കയറി കിടക്കാൻ. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ഒരു 450 സ്ക്വയർ ഫീറ്റ് ഒരു വീടാ കിട്ടിയാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒരു ചെറിയ വീടാ? ചെറിയ വീടായാലും. ഓക്കെ. പഞ്ചായത്തിൽ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടും അവർക്ക് ഒരു കാര്യം അവർ പറയുന്നുമില്ല. ഇപ്പം ഇല്ലെന്നാണ് അവർ ഞങ്ങളോട് പറയണേ. അങ്ങനെ സാഹചര്യത്തിലാണ് നിങ്ങൾ പോകുന്നത്? സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടേ.
ഇവിടെ മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഈ മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം ഇങ്ങനെ പിള്ളേർ കിടക്കുന്നവർക്കും എല്ലാം ഇങ്ങനെ വെള്ളം വീഴും. വളരെ പ്രയാസത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ പ്രത്യേകമായിട്ടൊന്ന് സഹായിക്കണം നമുക്ക്. നോക്കിയ ഈ തണുപ്പം പിടിച്ച് ഈ പ്ലാസ്റ്റിക് കെട്ടിയ വീട്ടിനകത്ത് ഈ 2 കുഞ്ഞുങ്ങളും ഈ മാതാപിതാക്കളും താമസിക്കുന്ന സ്ഥിതി വളരെ ദയനീയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടല്ലോ, ഇപ്പം നേരത്തെ പെയ്ത മഴയുടെ ഈർപ്പം ഇങ്ങനെ ഇറ്റ് താഴോട്ട് വന്നിരിക്കുകയാണ്. ഈ വീട് മുഴുവൻ ഇങ്ങനെ നനഞ്ഞ് പ്രിയമുള്ളവരിവിടെ കിടക്കുകയാണ്. നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞങ്ങൾ TPM ചർച്ചിലാണ്. ദ പെന്തക്കോസ്ത് മിഷനിലാണ് പോകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? യൂണിയൻ ബാങ്കിൽ. പേരെന്താ? ജോൺസൺ CP. ജോൺസൺ CP എന്ന് പറഞ്ഞാൽ ചൂരക്കുഴി പത്രോസ്. ഓക്കെ, ബ്രാഞ്ച് രാജാക്കാട്. ഓ, പ്രിയമുള്ളവരെ, നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കണം. പ്രിയമുള്ളവരെ, ഇവരെ സഹായിക്കണം. ഒരു ചെറിയ വീട് ഇവർക്കുണ്ടാകണം. മാത്രമല്ല, ഇപ്പോൾ വലിയൊരു കടബാധ്യതയുണ്ട്. അന്ന് ആശുപത്രിയിൽ ഉണ്ടായ അപകടത്തിൽ ഉണ്ടായ കടബാധ്യതയാണ്. നമുക്കന്ന് പൂർണ്ണമായിട്ട് പൈസ കൊടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ആശുപത്രി 3.5 ലക്ഷം രൂപ, 3.5 അല്ലേ? 3.5 ലക്ഷം രൂപ ഉള്ളപ്പോഴേ നമുക്കൊന്ന് 55 അന്ന് കൊടുക്കാനായിട്ട് പറ്റിയുള്ളൂ. അതിൻ്റെ വലിയ തുകയുണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ്റെ കാലിൽ കമ്പി മാറ്റി വെച്ചതിൻ്റെ 65,000 രൂപ, 70 രൂപയോളം ആയി. അതും വലിയൊരു ബാധ്യത നിൽക്കുകയാണ്. നമുക്ക് ഏത് വിധത്തിലും ഈ കുടുംബത്തെ സഹായിക്കണം. നമ്മുടെ കർത്താവിനെ വിചാരിച്ച് ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കിടക്കുന്ന സാഹചര്യം വളരെ വിഷമ സാഹചര്യമാണ് കാണുന്നത്. നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായി, കർത്താവിൻ്റെ മനസ്സുള്ളവരായി, നമുക്ക് കർത്താവിൻ്റെ ദയയുള്ളവരായി നമുക്ക് തീരാം. ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ നമുക്ക് സഹായിപ്പാനുള്ള ഒരു വലിയ കൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നല്ലോ. ദൈവം ധാരാളമായി നിലയിൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട. സർവശക്തനായ ദൈവം എല്ലാ വിഷയത്തിനും ഒരു പരിഹാരകനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കും വളരെ ദൂരെ ഇനി യാത്ര ചെയ്യാനുണ്ട്. കാട്ടിക്കൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. ഇനി ഇടുക്കിയിൽ നിന്ന് നേരെ താഴെ ഇറങ്ങിച്ചെല്ലണം. ദൈവം ധാരാളമായ നിലയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.